നമസ്കാരം. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥ സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന നീക്കത്തിന് ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ സഹായ വാഗ്ദാനവുമായി എത്തിയിരിക്കുകയാണ് കാനഡ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ഇന്ത്യയുടെ എണ്ണ വിതരണ ശൃംഖലയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും ദീർഘകാല അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യാൻ തയ്യാറാണ് എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കിയിരിക്കുന്നത്. 2 വർഷമായുള്ള പിണക്കം നീക്കി ഈ അടുത്താണ് ഇന്ത്യയും കാനഡയും ബന്ധം മെച്ചപ്പെടുത്തിയത്. പ്രതിരോധം, ഊർജം, സാമ്പത്തികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾ പരസ്പര സഹകരണത്തിനുള്ള കരാറുകൾ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഇന്ത്യക്ക് ദീർഘകാലത്തേക്കുള്ള യുറേനിയം നൽകുന്നതിനുള്ള കരാറാണ് ഇതിൽ പ്രധാനമായി നിലനിന്നിരുന്നത്. $2.6 ബില്യൺ മൂല്യമുള്ള കരാറാണ് കേന്ദ്ര ആണവോർജ വകുപ്പും കനേഡിയൻ കമ്പനിയായ കാമയും ഒപ്പിട്ടിരുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെ വിവിധ മേഖലകൾ സഹകരിക്കുന്നതിനും മൊത്തം 8 കരാറുകളും ഒപ്പുവെച്ചു. 16 വർഷങ്ങളായി ചർച്ചയിലിരുന്ന സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് ഈ വർഷം യാഥാർത്ഥ്യമാക്കാനും ധാരണയായിരുന്നത്. എന്തായാലും ധാരണകൾ ഉഭയകക്ഷി ബന്ധത്തിൽ പുതിയ ചുവടുവയ്പായി മാറുകയും ചെയ്തു. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിലെ പുതിയ അധ്യായമാണ് തുറക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് വ്യക്തമാക്കിയിരുന്നു. സൈനികേതര ആണവോർജ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള 2 രാജ്യങ്ങളും ഇതോടെ ധാരണയാവുകയും ചെയ്തു. നിർണായകമായ ധാതുക്കളുടെ മേഖലയിൽ സഹകരിക്കുകയും കൃഷി, സാങ്കേതിക മേഖലകൾ, സംസ്കാരം തുടങ്ങിയ രംഗങ്ങളുടെ സഹകരണത്തിന് ധാരണയായിരുന്നു. എന്തായാലും നിലവിൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വരും പതിറ്റാണ്ടുകൾ ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൂണ്ടിക്കാട്ടുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുടെ വിശ്വസ്ത ഊർജ്ജ പങ്കാളിയാകാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നു എന്നാണ് കാനഡ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വളർച്ചയും വ്യാവസായിക മേഖലയുടെ വിപുലീകരണവും കണക്കിലെടുക്കുമ്പോൾ 2040ഓടെ ഇന്ത്യയുടെ ഊർജ്ജ ഉപഭോഗം ഇരട്ടിയായേക്കും. ഈ സാഹചര്യത്തിൽ എണ്ണ, വാതകം, ആണവോർജത്തിന് ആവശ്യമായ ധാതുക്കൾ എന്നീ മേഖലകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാർണി വ്യക്തമാക്കിയത്. പശ്ചിമ തീരത്ത് നിന്നുള്ള LNG വിതരണത്തിലും ക്ലീൻ ടെക്നോളജി ആവശ്യമായ ധാതുക്കളുടെയും ഇന്ത്യയുടെ ഹരിത ഊർജ്ജ പരിവർത്തനത്തിന് പിന്തുണ നൽകാൻ കാനഡ സജ്ജമാണ് എന്നാണ് കാനഡൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഏകദേശം $2.5 ബില്യൺ മൂല്യമുള്ള യുറേനിയം വിതരണ കരാറിനെ കുറിച്ചുള്ള ചർച്ചകളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നിരുന്നു. ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവോർജ്ജ പദ്ധതികൾക്ക് വലിയ കരുത്തേകുന്നതാണ് ഈ പ്രതീക്ഷ. എന്തായാലും ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള പാത എത്രമാത്രം ആശ്രയിക്കുന്നു എന്നത് കുറയ്ക്കാൻ ഇന്ത്യ ഇതിനകം തന്നെ വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തിവരികയാണ്. റഷ്യ, യൂറോപ്പ് തുടങ്ങിയ പുതിയ പങ്കാളികൾക്കൊപ്പം കാനഡയും ഉൾപ്പെടുത്തി ഇന്ധന ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്.